എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 12-ാം ദിവസം. ഓം നമ ശിവായ. ശിവരാത്രി മഹാത്മ്യം പാരായണം തുടരുന്നു. ചണ്ഡാലികാഖ്യാനം. വന്നിതു മധ്യാഹ്നവും ദാഹവും ശുത്തും കൊണ്ട് ഖിന്നരാഞ്ഞങ്ങൾ ശീഘ്രം ചെന്നിതു സരസ്തടേ. ഗാത്രശുദ്ധിയും ജലപാനവും കഴിച്ചുകൊണ്ടാൽത്തറ മുകളേറി കാറ്റുമേറ്റിരിക്കുമ്പോൾ വൃദ്ധയാം ചണ്ഡാലിയെ കണ്ടിതു പുരോഭാഗെ. ബദ്ധസങ്കടം പൊടി തന്നിലങ്ങുഴലെന്നും കുഷ്ഠവും കൃമികളും രാജേഷ്മാവും പിടിച്ചോഷ്ടവും കരങ്ങളും മുറിഞ്ഞു വീണിടുന്നു. മൂത്രവും മലം ചലം ചോരയും പുരണ്ടുള്ള ഗാത്രവും കഫം ശ്ലേഷ്മം ഛർദിയും വിറയലും ഭൂതിഗന്ധവും കലർന്നു ഉൾക്കടാശ്വാസത്തോടെ ഭൂതലെ പിരണ്ടുരുണ്ട അഥവം സഹിയാഞ്ഞ് കാലെടുത്തെറിയുകയും കൈകളും തളർന്നു 4 ദിക്കിലും നോക്കി വാവിട്ട് കരയുകയും കാലമന്ദിരം പോവാൻ കാലമായതും പ്രതിപാലനം ചെയ്തു ഞങ്ങൾ കാൽക്ഷണം നിൽക്കുന്നേരം സ്വർണവർണ്ണമാം വിമാനങ്ങൾ തൻ പ്രകാശവും പൂർണ്ണമായി നഭസ്ഥലെ സത്വരം കാണായി വന്നു. സുന്ദരന്മാരാൻ ശിവകിങ്കരന്മാരെ കണ്ട് സൃന്ധ്യനം തന്നിൽ വിളങ്ങിയിടുന്നു 4 ജനം. ശൂലവും പരശുവും ഭസ്മവും ജടകളും ബാലചന്ദ്രനും പുലിത്തോരുടെ ആടകളും സർപ്പകാഞ്ചിയും ശിവമുദ്രയും രുദ്രാക്ഷവും കൽപ്പോടെ ധരിച്ചുകൊണ്ടിങ്ങനെ കാണായി വന്നു. 4 കിങ്കരന്മാരും എത്രയും പ്രസിദ്ധന്മാർ, നീലലോഹിതാകൃതിധാരികൾ മനോജ്ഞന്മാർ. വിസ്മയം പൂണ്ടു ഞാനും എത്രയും വിനീതനായി ഭസ്മഭൂഷണന്മാരെ തൊഴുതു ചൊല്ലിയിടിനേൻ. രുദ്രകിങ്കരന്മാരെ, നിങ്ങൾക്കു നമസ്കാരം. ഭദ്രമെന്നുടെ ജന്മം നിങ്ങളെ കാൺക മൂലം. ചൊല്ലുവിൻ പ്രയോജനമെന്തിഹ പരിപതിൻ ഉല്ലസൽ മഹാപ്രഭ മഞ്ജുളാകാരന്മാരെ. ലോകരക്ഷണത്തിനു സഞ്ചരിക്കയോ നിങ്ങൾ, പാകശാസനാലയം പ്രാപിക്കാൻ ഗമിക്കയോ. എന്നെ മഹീതലവാസിയാം ജനത്തിൻ്റെ പുണ്യപാപങ്ങൾ ഗണിച്ചിടുവാൻ നടക്കയോ. ശങ്കര ഭഗവാന്റെ കിങ്കരന്മാരാ നിങ്ങൾ, ശങ്ക തീരുവാൻ പരമാർത്ഥമേ ചൊല്ലിയിടുവിൻ. ഇത്തരമെൻ്റെ ചോദ്യം കേട്ടുടൻ മഹാത്മാക്കൾ ഉത്തരമുര ചെയ്തു. ദേവദൂതന്മാരേറ്റം കാൺക നീ പുരോഭാഗെ വൃദ്ധയാൻ ചണ്ഡാലിക സങ്കടപ്പെട്ടു മരിച്ചിടുവാൻ തുടങ്ങുന്നു. ദിവ്യമാം വിമാനത്തിലേറ്റിക്കൊണ്ട് വിളയങ് അവ്യപ്രദേശത്തെ പ്രാപണം ചെയ്തിടുവിൻ. വിശ്വനായകൻ വിഭൂവിശ്രുതൻ വിശുദ്ധിമാൻ വിശ്വവന്ദിതൻ ദേവൻ ശങ്കരൻ അരുൾ ചെയ്തു എന്നതു കേട്ടു ഞാനും കൗതുകാൽ ചോദ്യം ചെയ്തേൻ. നന്ദിതു ഭഗവാന്റെ ശാസനം ശിവശിവ. സർവപാപങ്ങൾക്കൊരു പാത്രമാൻ ചണ്ഡാലിയെ ദിവ്യമാം വിമാനത്തിലേറ്റുവാൻ കൽപ്പിച്ചിതോ. പൂർവപാപങ്ങൾ കൊണ്ട് വ്യാധിയും ദാരിദ്ര്യവും സർവദാ ഭവിച്ചിടും ദേഹികൾക്ക് അസംശയം. പാപങ്ങൾ അനുമിക്കാം രൂപവൈരൂപ്യം കണ്ടാൽ ആപദാസന്നിധിയെ അവളെന്തൊരു ഭാഗ്യം ചെയ്തു. ദാനവും ചെയ്തിലിവൾ ഏകദാ മഹേശ്വര ധ്യാനവും ചെയ്തിലിവൾ ധർമ്മവും ചെയ്തിലിവൾ. ജ്ഞാനവും ഇവൾക്കില്ല, സത്യവും ഇവൾക്കില്ല, വൃത്തിയും ഇവൾക്കില്ല, വേദവും ഇവൾക്കില്ല, ഭക്തിയും ഇവൾക്കില്ല, ഭാവശുദ്ധിയുമില്ല, സ്നാനവും ശൗചങ്ങളും കർമ്മവും ഇവൾക്കില്ല, തർപ്പണം ഇവൾക്കില്ല, തീർത്ഥസേവയുമില്ല, ക്ഷേത്രദേവതാ നമസ്കാരവും ഇവൾക്കില്ല. ഈശ്വരൻ എന്നുള്ളതു കേട്ടിട്ടില്ലിവൾ പുരാ, ശാശ്വത ബ്രഹ്മധ്യാനം എന്നതുപേക്ഷയല്ലോ. സോമവാരവും ശിവരാത്രിയും നോറ്റിലിവൾ സോമശേഖരൻ പ്രസാദിപ്പതിനെന്തു മൂലം. നിർണയം ഭഗവാൻ എന്നീ വണ്ണം നിയോഗിച്ചാൽ പുണ്യകർമ്മങ്ങൾ ചെയ്യിലാരും എന്നിനി വരും. പാപകർമ്മണ പാപം, പുണ്യകർമ്മണ പുണ്യം. ലോപമില്ലതിനൊന്നും നിശ്ചയമില്ലാതെ വല്ലതും ചെയ്തിടേണം, വല്ലതും ഫലം വരും. നല്ലതേവൽ നല്ലു നമുക്കെന്നുറപ്പില്ലാതെയായി. തിങ്കൾ മൗലിതൻ വാക്യം ലംഘനീയമല്ലടോ. കിങ്കരന്മാരെ വേഗം ദുഷ്ടയെ കൊണ്ടുപോവിൻ എന്നതു കേട്ടു ശിവകിങ്കര പരീക്ഷകൾ മന്ദഹാസവും പൂണ്ടു പറഞ്ഞാരെന്നോടപ്പോൾ. കേൾക്കടോ മഹാമുനെ, കൗതുകമുണ്ടെന്നാകിൽ കേൾക്കുമ്പോൾ ഭവാനുള്ളിൽ സംശയമെല്ലാം തീരും. മുമ്പിലെ ജന്മമേവൾ സൗന്ദര്യത്തിനാൽ അമ്പിളിക്കല പോലെ ജനിച്ചു വളർന്നവൾ. സൗമിനി എന്ന് പേരാം വിപ്രകാമിനി മണി, കാമിനി ശിരോമണി, ശൃംഗാരമുക്താമണി. താതനും ജനനിയും ലാളനം ചെയ്തു ഗ്രഹേ കാതരയാക്ഷിയാം ഇവൾ ആനന്ദത്തോടെ വാണാൻ. യൗവനം പ്രവേശിച്ചു, കാന്തിയും വളർന്നു, സർവഗാത്രങ്ങൾക്കൊരു വെണ്മയും ഉണ്ടായി വന്നു. വളഞ്ഞു ചില്ലി രണ്ടും തെളിഞ്ഞു മുഖാംബുജം, വിളങ്ങി കണ്ഠസ്ഥലം വിരിഞ്ഞു വക്ഷോഭാഗം. മുളച്ചു മുലകളും കളിച്ചു കടാക്ഷങ്ങൾ ഒളിച്ചു, ശിശുത്വവും മുളച്ചു മനോമതം
ഇരുണ്ടു തലമുടി ചുരുങ്ങി ഉദരവും പരന്നു ജഘനവും നിരന്നു സൗന്ദര്യവും. സുന്ദരി മണിയാളെ തന്നെ പിതാക്കന്മാർ സുന്ദരാംഗനാം ഒരു വിപ്രന് ദാനം ചെയ്തു. വിപ്രനോടൊരുമിച്ച് സൗമിനി യഥാസുഖം സുപ്രമോദാഹങ്കാരം ക്രീഡിച്ചുമേ വീടിനാൽ. വിപ്രനോ രോഗം പിടിപെട്ടിതു. ദിനേ വിപ്രിയം ഭവിച്ചതു സൗമിനിക്കത് കാലം. വാസരങ്ങളും 10-30 കഴിഞ്ഞപ്പോൾ ഭൂസുരൻ മരിച്ചതു കർമ്മമെന്നതേ വേണ്ടു. വിപ്രനെ കുറിച്ചുടൻ സൗമിനി ബഹുവിധം വിപ്രാലപങ്ങൾ ചെയ്തു ദുഃഖിച്ചുമേവും കാലം. യൗവന കൊടുങ്കാറ്റ് വർദ്ധിക്ക നിമിത്തമായി ദൈവബുദ്ധിയാൻ ദീപജ്വാലയും പൊലിഞ്ഞതേ. ഓം നമഃ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.